ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിറ്റേന്ന് ഉറക്കമുണരുന്ന ഹാങ്സിങ്ങിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുപോലെയുള്ള ഡ്രാമാസിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുമാത്രമല്ല, ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? ഉറക്കത്തിൽ നിന്ന് എണീച്ച ഹാങ്സിങ്ങിന് തലേന്ന് നടന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാവാതെ അത് സ്വപ്നം തന്നെയായിരിക്കുമെന്ന് ഊഹിച്ച് അവൾ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹേച്ചൻ അവിടെ ഇങ്ങനെ ഡ്രിങ്ക്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതിനായിരിക്കും. അപ്പോൾ സോങ് അവളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കും. സോങ്ങിൻ്റെ അടുത്ത് അവൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഹേച്ചൻ അവർക്കുള്ള ഡ്രിങ്ക്സും കൊണ്ട് അങ്ങോട്ട് ചെല്ലും. ഹാങ്സിങ്ങിനോട് സോങ് പറയും, ഞാൻ ഇന്നലെ രാത്രി വൈകിട്ടാണ് എത്തിയത്. ഞാൻ നിൻ്റെ റൂമിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ മൊത്തം ആൽക്കഹോൾ സ്മെൽ ചെയ്തിരുന്നു. നീ ഇന്നലെ രാത്രി കുടിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നലെ ലോയർ ലിവിനെ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മദ്യപിച്ചിരുന്നു. അതിൻ്റെ സ്മെല്ലായിരിക്കും നിങ്ങൾക്ക് വന്നതെന്ന്. സോങ് ചോദിക്കും, മദ്യപിച്ച് വന്നതിന് ശേഷം രാത്രി വീട്ടിലെന്തെങ്കിലും സംഭവിച്ചോന്ന്. അപ്പോൾ അവൾ പറയും, ഒന്നും സംഭവിച്ചില്ല. മദ്യപിച്ച് കഴിഞ്ഞ് ഞാൻ ടാക്സി വിളിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ സോങ് അവളോട് പറയും, ഇനി മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കണം കേട്ടോ എന്ന്. അപ്പോൾ ഹാങ്സിങ് അവനോട് പറയും, ശരി ഞാൻ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞ് സോങ് അവളെ ഉമ്മ വയ്ക്കുകയാണ്. എന്നിട്ട് നേരെ കമ്പനിയിലേക്ക് പോവും. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഹേച്ചൻ അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഹേച്ചനും അവിടെ നിന്ന് പോകുമ്പോൾ ഇവൾ ആരും കാണാതെ സോങ് ഉപയോഗിച്ചിരുന്ന ആ സ്പൂണിൽ നിന്ന് അവൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആ സ്പൂൺ ഒരു കവറിലാക്കി എടുത്തുകൊണ്ട് പോകും. ഇതെല്ലാം നമ്മുടെ ഹേച്ചൻ അവിടെ നിന്ന് കാണുന്നുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് അതും കൊണ്ട് പോയിട്ട് അവൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒപ്പിക്കാനുള്ള വഴിയാണ് അവൾ നോക്കുന്നത്. എന്നാലല്ലേ അവൾക്ക് ആ ലോക്കർ തുറക്കാൻ പറ്റും. അതിന് ഏർപ്പാടാക്കിയ ആളെ കണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് തിരിച്ച് ഹാങ്സിങ് നടന്നു വരും. ഫിംഗർ പ്രിൻറ്റിൻ്റെ ഫിംഗർ സ്റ്റോൾ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ആ കീ മാത്രം മതി. അതിനി എനിക്ക് വീണ്ടും സോങ്ങിൻ്റെ മുറിയിലേക്ക് പോകണം എന്നൊക്കെ ചിന്തിച്ച് അവളിങ്ങനെ നടന്നു വരുമ്പോൾ രണ്ടുപേരും മദ്യപിച്ച് അവളെ ആക്രമിച്ച് നീ ഒറ്റയ്ക്കാണോ, സമയം കുറേ വൈകിയല്ലോ, നിനക്ക് പേടിയില്ലേ എന്നൊക്കെ ചോദിച്ച് അവളെ ഉപദ്രവിക്കും. ഇവൾ എതിർക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരുണ്ടായ കാരണം ഇവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മര്യാദയ്ക്ക് പൊക്കോ അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് സഹായത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ ആരും വരുന്നില്ല. അവൾ ഉറക്കെ കരയുമ്പോൾ ദൂരെ നിന്ന് ഒരാളിങ്ങനെ നടന്നു വരും. ആ നടന്നു വരുന്നത് ആരാന്നറിയണ്ടേ? അത് നമ്മുടെ ഹേച്ചനായിരുന്നു കേട്ടോ. ഹേച്ചനെ കാണുന്നതും ഇവളാകെ പകച്ച് അവിടെ നിൽക്കുകയാണ്. ഹേച്ചൻ അവരെയൊക്കെ അടിച്ച് ഒതുക്കി അവളെ അവിടെ നിന്ന് രക്ഷിക്കും. ഹേച്ചനെ കാണുമ്പോൾ അവൾ ആകെ അന്തം വിടും കേട്ടോ. ഇവന് നടക്കാൻ പറ്റില്ലല്ലോ, ഇതിനിപ്പോൾ എന്ത് സംഭവം എന്നൊക്കെ ചോദിച്ചാൽ അവളങ്ങനെ നിൽക്കും. നിനക്ക് ഞാനും എൻ്റെ ബ്രദറും ഒരേ ആൾ തന്നെയാണോ എന്ന് അറിയണമല്ലേ? അപ്പോൾ എന്നും നിൻ്റെ മനസ്സിലത്തെ ചിന്ത ഇത് മാത്രമാണല്ലേ എന്നൊക്കെ ഹേച്ചൻ ഹാങ്സിങ്ങിനോട് ചോദിക്കും. വേണമെങ്കിൽ ഞാനൊരു ദിവസം നിൻ്റെ ഹേച്ചനായിട്ട് അഭിനയിക്കാം, കുഴപ്പമൊന്നുമില്ല എന്നും അവൻ പറയും. ഹാങ്സിങ് പറയും, ഇതുപോലെ എന്നെ പേടിപ്പിക്കാമെന്ന് നീ വിചാരിക്കണ്ട. അപ്പോൾ ശരിയാണ്, നിനക്ക് പേടിയില്ല എന്ന് എനിക്കറിയാം. നീ എൻ്റെ അങ്കിളുടെ മുന്നിൽ പോലും ട്രിക്സ് കളിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. ഹേച്ചനെ ശരിക്കും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നീ നമ്മുടെ അഗ്രിമെൻറ്റ് സമ്മതിച്ചേ പറ്റുമെന്ന് ഹേച്ചൻ ഹാങ്സിങ്ങിനോട് പറയും. നിൻ്റെ അങ്കിളിന് അറിയുമോ നിൻ്റെ കാലിനൊരു കുഴപ്പമില്ല എന്നുള്ളതെന്ന് ഹാങ്സിങ് ഹേച്ചനോട് ചോദിക്കും. നിൻ്റെ അങ്കിളിന് നിന്നും മറക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ നിനക്ക് കാര്യമായിട്ടുള്ള മത്സരബുദ്ധിയൊന്നും ഇല്ല കേട്ടോ. നീ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് അവനോട് ചോദിക്കും. ഇങ്ങനെയാണോ നീ ജീവൻ രക്ഷിച്ചവരോട് പെരുമാറേണ്ടതെന്ന് ഹേച്ചൻ ഹാങ്സിങ്ങിനോട് ചോദിക്കും. അപ്പോൾ നീ വന്നത് എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ? എന്തൊരു ബോറിംഗ് ആണ്, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ ലാസ്റ്റ് നൈറ്റിലുണ്ടായിരുന്നത് എന്ന് ഹാങ്സിങ്ങിനോട് ഹേച്ചൻ പറഞ്ഞ് അവിടുന്ന് പോകും. അപ്പോൾ ഹാങ്സിങ് അങ്ങനെ എന്തപ്പം ഉണ്ടായേ എന്ന് വിചാരിച്ച് തലേ ദിവസം ഉണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കും. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഹേച്ചൻ അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നൊരു ക്യാമറ കാണും. അതും കൊണ്ട് അവൻ ഹാങ്സിങ്ങിൻ്റെ മുറിയിലേക്ക് പോകും. ഹാങ്സിങ് ആണെങ്കിൽ എന്താ നീ എൻ്റെ മുറിയിലെന്നൊക്കെ ചോദിക്കും. ഹേച്ചനാണെങ്കിൽ അവളും ഹേച്ചനും തമ്മിലുള്ള ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നീ എൻ്റെ ബ്രദറിൻ്റെ കൂടെയുള്ളപ്പോൾ ഇത്രയും ഹാപ്പി ആയിരുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല, നമുക്ക് ഇതുപോലെ ആയാലോ എന്നൊക്കെ
ഹേച്ചൻ ഹാങ്സിനെയും കളിയാക്കാൻ വേണ്ടി ചോദിക്കും. ഹാങ്സിങ് പറയും, നീ പോ, എന്താ ഇന്നലെ ഉണ്ടായത് എന്നുള്ളത് ഞാൻ ക്ലിയറായി പറഞ്ഞതല്ലേന്ന്. അപ്പോൾ ഹേച്ചൻ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, രാത്രി ഇന്നലെ നടന്നത് ആലോചിച്ചിട്ടാണോ നീ ദേഷ്യപ്പെടുന്നതെന്ന്. ഇന്നലെ ഞാൻ രാത്രി അധികം ഒന്ന് കുടിച്ചു പോയി, എന്താ ഉണ്ടായെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ നീ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്, എന്താ നിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്ന് ഹേച്ചനോട് ഹാങ്സിങ് ചോദിക്കും. ഇന്നലെ ഉണ്ടായതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അതുമാത്രമല്ല എൻ്റെ കാലിൻ്റെ അസുഖം മാറിയത് ഞാൻ ആരെയും അറിയിച്ചില്ല എന്നേ ഉള്ളൂ എന്ന് ഹേച്ചൻ ഹാങ്സിങ്ങിനോട് പറയുമ്പോഴാണ് സോങ് അവൾക്കുള്ള കേക്ക് കൊണ്ട് വരിക. അപ്പോൾ ഇവളുടെ റൂമിൽ ഹേച്ചനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇവൾ എന്ത് ചെയ്യും, ഉറക്കുന്ന പോലെ അഭിനയിച്ച് ഹേച്ചനെ അവളുടെ കിടക്കയുടെ ഉള്ളിൽ ഒളിപ്പിക്കും. സോങ് വന്ന് നോക്കുമ്പോൾ ഞാൻ കിടക്കുകയാണ് എന്ന് പറയും അവൾ. അപ്പോൾ അവൻ അവിടെ ആ കേക്ക് വെച്ച് പോവും, അവൾക്കൊരു ഉമ്മയും കൊടുത്തിട്ട്. സോങ് ചോദിക്കും, നീ എന്താ ഇത്ര നേരത്തെ കിടന്നതെന്ന്. അപ്പോൾ അവൾ പറയും, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, അതുകൊണ്ടാണ് ഞാൻ കിടന്നതെന്ന്. എന്നാൽ ശരി, ഉറങ്ങിക്കോ, കേക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതിവിടെ വെച്ചേക്കാം, നീ രാവിലെ കഴിച്ചോ എന്ന് പറഞ്ഞ് അവൻ പോകുന്നതിൻ്റെ പിന്നാലെ ഇവൾ എന്ത് ചെയ്യും, ഹേച്ചനെയും റൂമിന് പുറത്താക്കും. നമ്മുടെ പ്ലാൻ അനുസരിച്ച് മൂവ് ചെയ്യുന്നത് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ വെഡ്ഡിങ് പ്ലാനൊക്കെ ഞാൻ തകർക്കുന്നു. ഹേച്ചൻ ഹാങ്സിങ്ങിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് കേട്ടോ അവിടുന്ന് പോവാം. പിറ്റേന്ന് ഹാങ്സിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സെർവൻറ്റ് സാവോ എന്നുള്ള അവരുടെ പൂച്ചക്കുട്ടിക്കുള്ള ഫുഡും കൊണ്ട് പോകുന്ന കാണുമ്പോൾ അവൻ തിരിച്ചു വന്നോ, അവൻ്റെ വയ്യായ മാറി എന്നൊക്കെ സെർവൻ്റ് ഇങ്ങനെ പറയും. അപ്പോൾ എന്നാൽ ഞാൻ കൊടുക്കാം അവന് ഫുഡ് എന്നും പറഞ്ഞിട്ട് അവളെ ഫുഡ് അവർ ആ സെർവൻറ്റിൻ്റെ നിന്ന് വാങ്ങുമ്പോൾ അവൻ എവിടെ, പൂച്ചക്കുട്ടി എവിടെയെന്ന് അന്വേഷിക്കും. പൂച്ചക്കുട്ടി മിസ്റ്റർ ഹേയുടെ കൂടെ പുറത്തുണ്ടെന്ന് സെർവൻറ്റ് പറയുന്ന സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.